രേണു സുധിയുടെ വിഷയം ഇങ്ങനെ സോഷ്യൽ മീഡിയ കിടന്ന് തകർത്ത് തരിപ്പണമാകുന്നുണ്ട്. ആക്ച്വലി രേണു സുധിയെ പോലുള്ള ഒരു വ്യക്തിയെ വീണ്ടും വീണ്ടും ആളുകൾ എടുത്തു വെച്ച് സംസാരിക്കുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. നിങ്ങൾ മൗനമായി വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരത്തില്ല. അപ്പോൾ ചോദിക്കും, അവർക്ക് ചിലവിന് നിങ്ങൾ കൊടുക്കുമോ? അവരുടെ തൊഴിലാണ് ഇതെന്ന്. അവരുടെ തൊഴിൽ എന്താണ്? അഭിനയിക്കാൻ പോകുന്നതല്ലേ, ഇന്റർവ്യൂ കൊടുക്കലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് കോൺസ്റ്റന്റിൽ ഏത് ഇന്റർവ്യൂ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? രേണുവാണ്. രേണു പറയുന്ന വിഷയങ്ങളെ എടുത്തു വെച്ച് അവലോകനം നടത്താനും വിശകലനം ചെയ്യാനും വിമർശിക്കാനുമുള്ള റൈറ്റ്സ് ഞങ്ങൾക്കുണ്ട് എന്നാണ് പറഞ്ഞത്. ഞങ്ങളെന്ന് പറയുമ്പോൾ പൊതുസമൂഹമാണ്, ഞാൻ ഉൾപ്പെട്ട യൂട്യൂബേഴ്സ് അല്ല. യൂട്യൂബേഴ്സിനെതിരെ ആക്രമണം തൊടുത്തു വിട്ട് കഴിഞ്ഞ് അതിന് സഹായകരമാകുന്ന രീതിയിൽ കുറേ ചാനലുകാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ അവരെക്കാൾ പവർഫുൾ ആണ് ഞങ്ങൾക്ക് കാണിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വിഷയത്തിലേക്ക് വരാം. രേണു സുധി പറയുന്ന ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടാണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനകത്തുള്ള പാളീച്ചകളാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്നത് അത്തരം പാളീച്ചകൾ കാണിക്കാതിരിക്കാൻ രേണു സുധി ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ തലയിലോട്ട് കയറുകയല്ല വേണ്ടത്. ഭർത്താവ് മരണപ്പെട്ട് ഭർത്താവിന്റെ പേരിൽ നേടിയെടുത്ത പ്രിവിലേജുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കുന്ന തക്കവണ്ണമുള്ള ഒരു തൊഴിൽ ഉൾപ്പെടെ കിട്ടിയ രേണു എന്തിനാണ് തോന്നിവാസങ്ങൾ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ട് പബ്ലിക്കിലേക്ക് വരാൻ തയ്യാറാകുന്നത്? അപ്പോൾ എലോലോമെന്ന് വയറ് കാണിച്ചു, പൊക്കിൾ കാണിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട് അല്ലേ? ഇത്തരത്തിലുള്ള കുറേയധികം ഇപ്പോൾ മോഡലിംഗ് ചെയ്യുന്ന കുറേയധികം മനുഷ്യരുണ്ട്. ആ കൺസെപ്റ്റിനെ ഉദ്ദേശിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു നമ്മളങ്ങനെ ഒരെണ്ണം നമ്മളിങ്ങനെ ഒരെണ്ണം പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഒരു കാര്യം നോക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഒരു ഉണ്ണിവാവ കുഞ്ഞുകുട്ടി, ഒരു 4 വയസ്സ് 3 വയസ്സുള്ള ഒരു കുഞ്ഞ് കുറച്ച് കുസൃതികളൊക്കെ കാണിക്കുന്നു. ആ കുസൃതി കുറച്ച് മുതിർന്ന മെച്ചൂർഡായ ഒരു പേഴ്സൺ കാണിച്ചാൽ നമുക്ക് എന്ത് പറയാൻ തോന്നും? എന്താ കുഞ്ഞാവ കളിക്കുക എന്ന് ചോദിക്കില്ലേ? ആ ചോദ്യമാണ് ആളുകൾ ചോദിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്തം അവർക്ക് ഉണ്ടാവണം. പിന്നെ പാസ്റ്റ് ഹിസ്റ്ററി എന്തുകൊണ്ട് റിവീലായി? 2 വർഷം വരെ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ആരും പാസ്റ്റ് എടുത്തുകൊണ്ട് വന്നില്ലല്ലോ. എപ്പോൾ എടുക്കാൻ തുടങ്ങി? താൻ ഭയങ്കര പുണ്യവതിയാണെന്നും സുധിയുടെ ആദ്യ ഭാര്യ കുഴപ്പമാണെന്നും ഒക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് രണ്ടാമത്തെ ഭാര്യയ്ക്ക് രംഗത്തേക്ക് വരേണ്ടി വന്നത്. അതുപോലെ തന്നെ താൻ പതിവ്രത കുക്കുടുവാവയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് രേണു സുധിയുടെ പാസ്റ്റും കൂടെ ആളുകൾക്ക് പറയേണ്ടി വന്നത്. ഒരു പരിധിയിൽ കൂടുതൽ കളവുകൾ പറയുമ്പോൾ അത് പറയാൻ അപ്പുറത്തൊരു ആൾക്കാരുണ്ടാവും എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോയിട്ട് അവിടെ നിന്നുണ്ട് KD ജാഫർ എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞ? അവളല്ലേ. അതുകൊണ്ടല്ലേ നാട്ടുകാർ പറയേണ്ടി വരുന്നത്. 2, അവളുടെ പ്രണയത്തെക്കുറിച്ച് അവൾ തന്നെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ പുറത്തുള്ളവന്മാർ അവൻ മാത്രമല്ല ഞാനും ഉണ്ടെന്ന് ഒപ്പിട്ട്. ഇതൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതേ ഒരു അവസ്ഥ ഒരുപക്ഷെ രേണു ബിഗ് ബോസിനകത്ത് പോകുമ്പോൾ ഉണ്ടാകും. ഇതിനേക്കാൾ ഭീകരമായിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആളുകൾ വന്നിരുന്ന് വേണമെങ്കിലും പറയും, അതൊക്കെ ഉണ്ടാകാം. പക്ഷെ ഞാനിപ്പോഴും പറയുന്ന ഒരു കാര്യം, തൻ്റെ കയ്യിലുള്ള പാളീച്ചകൾ മനസ്സിലാക്കാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് രേണു സുധി ആയിരുന്നാലും ആരായിരുന്നാലും നിർത്തിവെക്കുക. ദിയ അച്ചു എന്ന് പറയുന്ന സ്ത്രീയുമായിട്ടുള്ള പ്രശ്നം, ദിയ അച്ചു മുമ്പ് ഇതുപോലെ അമൃതയുടെ തലയിലോട്ട് കയറി അമൃത കൊണ്ട് ഒരു പെറ്റീഷൻ കൊടുത്തതോടെ അത് അവിടെ തീർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ ദിയ അച്ചു പറയുന്ന ചില ന്യായവാദങ്ങളുണ്ട്. ഇവൾക്ക് വട്ടാണെന്ന് പറഞ്ഞു. അത് കുറച്ച് സിംബോളിക്കായി പറഞ്ഞതേ ഉള്ളൂ. വാസ്തവത്തിൽ ഇവളുടെ കെട്ടിയവൻ പറഞ്ഞതിൻ്റെ റെക്കോർഡിക്കൽ എവിഡൻസ് ഒക്കെ ആ പിള്ളേർ കാണിക്കുന്നുണ്ട്. ഒത്തിരി ചാനലുകൾ അത് എടുത്തു വെച്ച് പറയുന്നുണ്ട്. എനിക്കത് അപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. ടാബ്ലറ്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഡിപ്രഷനാണെന്ന് പറയുന്നത്. ഈ ഡിപ്രഷൻ എന്നുള്ള നാടകം കാണിച്ച് ജോലിയൊന്നും ചെയ്യാതിരുന്ന് തിന്നാൻ വേണ്ടിയിട്ട് അവൾ കാണിച്ചൊരു നാടകമാണ്. ആ പൊട്ടൻ ചെറുക്കനെനിക്കത് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ഒരു വലിയ പ്രശ്നമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. നമ്മുടെ കയ്യിൽ പൈസ നിൽക്കാതിരിക്കാനുള്ള ഒരു റീസൺ നമ്മൾ ഔട്ട്സൈഡ് ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ്. എത്ര സമ്പാദിക്കുന്നവരായിരുന്നാലും നമ്മൾ വീട്ടിൽ അച്ചടക്കപരമായിട്ടുള്ള ഭക്ഷണം ശീലിക്കാതിരുന്ന് പുറത്തുനിന്ന് മാത്രം കഴിക്കുന്നവരാണെങ്കിൽ 100% ഫ്ലോപ്പായി പോകും. നമ്മൾ എത്ര ഉണ്ടാക്കിയാലും അത് മുഴുക്ക പോകുന്ന ആ രീതിയിലാണ്. ഇപ്പം നമ്മളൊരു വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കൊരു മാസത്തെ ബഡ്ജറ്റ് ഇത്രയിൽ തീരും. മറ്റത് വാങ്ങിക്കുമ്പം അവരതിൻ്റെ റവന്യൂ, അവർക്ക് ഇത്ര എക്സ്പെൻസ് ആയി, അതിൻ്റെ പ്രോഫിറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്ത് ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് അവർ വാങ്ങിക്കുന്നത്. അത്രയും എമൗണ്ട് നമുക്ക് നഷ്ടപ്പെടുകയാണ്. ആ എമൗണ്ട് നമുക്കിവിടെ സേവ് ചെയ്യാൻ പറ്റും. അപ്പം ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു രീതി അവർക്കുണ്ട്. ആ അത് പ്രശ്നമാണ്. അത് തന്നെയാണ് അവളുടെ അയൽവക്കക്കാരൊക്കെ പറഞ്ഞത്, വീട്ടിൽ കുക്ക് ചെയ്യത്തില്ല, ഒരു ജോലിയും ചെയ്യത്തില്ല എന്നുള്ളത്. ഇത് അവ അനുഭവിച്ച കാര്യമാണ്. അവൻ ജീവിച്ചിരിപ്പില്ല. ഉണ്ടെങ്കിൽ അവൻ പറഞ്ഞു തന്നെ ഇവൾ വെറും കുഴപ്പമാണെന്ന്. പിന്നെന്താ, താൻ ബാവൂട്ടിയാണെന്ന് പറഞ്ഞ് കൊഞ്ഞിക്കേറി കുത്തിയിരിക്കുക, എന്നിട്ട് ആ ഒരൊറ്റ കാര്യത്തിന് മാത്രമായി വിവാഹം കഴിക്കുക എന്നൊരു ടൈമിൽ കുറേ പെണ്ണുങ്ങളുണ്ട്, മടിച്ചുകൾ അങ്ങനെയുണ്ട്. അതാണ് രേണു. അത് തന്നെയാണ് ദയ അച്ചു പറയുന്നത്. ദയ അച്ചുവിന് സാധാരണ ചിന്താധാരയുള്ളൊരു വീട്ടമ്മയാണ്. അവൾക്കത് പറയാനുള്ള ഒരു ബോധമുണ്ട്. അതുകൊണ്ട് അവളത് പറയുന്നു, അത്രയേ ഉള്ളൂ. ഈ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നത് എനിക്ക് വട്ടില്ല എന്ന് പറയുമ്പം സത്യത്തിൽ പറയട്ടെ രേണു, നിങ്ങൾ കാണിക്കുന്നതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് വട്ടുണ്ടെന്നാണ് തോന്നുക. വട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളൊന്നും നിങ്ങൾ ചെയ്യത്തില്ല. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എടുത്ത് വിറ്റ് കച്ചവടമാക്കി അതിൽ കൂടെ ഒരു വീട് ഉണ്ടാക്കി അത്യാവശ്യ സുഖ സൗകര്യങ്ങളും ഒക്കെ ആയ സ്ഥിതിക്ക് നിങ്ങൾ ഇനിയും ആളുകളുടെ മുമ്പിൽ ഒരു ജോക്കറായിട്ട് വന്ന് ചാടാതിരിക്കാനുള്ള ഉത്തരവാദിത്തം കാണിക്കുക. ഇപ്പോൾ റീസെൻ്റ്ലി അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യം, എൻ്റെ മകനെയും വെച്ച് പറഞ്ഞു. ഞാൻ എവിടെയും കേട്ടിട്ടില്ല അങ്ങനെ ഒരു കമൻറ്റ്. ഒരാളും അച്ചു എന്ന് പറയുന്ന ആ കുട്ടീനെ എവളെയും ചേർത്ത് ഒരാളും പറഞ്ഞിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. ചുമ്മാ നുണ പറയുന്നതാണ്. അതായത്
ആളുകളുടെ സിമ്പതി അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികേടാ ഈ സ്ത്രീ തന്നെ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് ആലോചിക്കാൻ. ഒരു പെണ്ണിനെ ഏറ്റവും കൂടുതൽ മോശപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഗതിയാണ് മകനെ വെച്ച് പറയുകയാണ്. ഈ സ്ത്രീ അവനെ മകനായി കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിക്കുക പോലുമില്ല. ആരെങ്കിലും പറഞ്ഞാൽ പോലും അത് ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ ആ പ്രൂഫ് വെച്ച് അവർ സംസാരിക്കുന്നത്. അതൊന്നും അല്ലാതെ നിരന്തരം ഇപ്പൊ എല്ലായിടത്തും അതാ പറയണം, ആ കുട്ടിയുടെ ഭാവി എന്താവും ഒന്ന് ആലോചിച്ച് നോക്കും. സ്വന്തം കുഞ്ഞു പോലും അല്ല. അത് വെറുതെ ആവശ്യമില്ലാതെ ആളുകൾക്ക് ഒരു വടിയിട്ട് കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി വേറൊരു വിഷയമുണ്ട്. ഇത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഇതിന് എന്നെ വേണമെങ്കിൽ ഇടിക്കാൻ വരും. ഒരു കള്ള് കുടിയെത്തിയാണെന്ന് സ്വയം അവകാശപ്പെടുകയാണ്. അത്യാവശ്യം ഭർത്താവ് മരിച്ച ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും ഇറങ്ങി ഈ പേക്കൂത്തുകളും അരനിക്കറും ഒക്കെ ഇട്ടുകൊണ്ടുള്ള ഡാൻസുകളും ഒക്കെ കാണിക്കുകയും അഹംഭാവം ഒക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നത് ആളുകൾ പറയുന്നത് പോരാതെ സ്വന്തമായിട്ട് തന്നെ പറയുന്ന ഒരു കാര്യമാണ് കള്ളുകുടി കാര്യം. അത് കേൾക്കാം. അതിനുശേഷം ഇല്ല, ഇന്ന് വേണം മദ്യപിക്കാൻ പോകും. അല്ല, ഇന്ന് മദ്യപിക്കാൻ പോകുന്നെന്ന് പറയാതെ ആലോചിച്ചത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ ക്രിസ്മസിനെല്ലാം കുടിച്ചോന്ന് ഓർക്കണ്ടേ? കുടിച്ചിട്ടില്ല. ഉള്ള പോലെയാണല്ലോ ഞാൻ എന്തിനാ ആരെയാ പേടിക്കണ്ടേ? എനിക്ക് ആരെയും പേടിക്കണ്ടല്ലോ. ഇപ്പൊ കള്ളു കുടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കള്ളു കുടിച്ചൊന്നും അല്ലല്ലോ. കുടിച്ചൊന്നും ഞങ്ങൾ കസിൻസ് വല്ലപ്പോഴും ക്രിസ്മസിനൊക്കെ അമ്മാവന്മാരൊക്കെ കുടിക്കുന്നവരാണ്. അത് എപ്പോഴും ഓവറല്ല, അവരൊക്കെ വല്ലപ്പോഴും കുടിക്കുന്നവരാണ്. അപ്പൊ ഞങ്ങൾ അവരുടെ കൂടെ തന്നെയാണ് കഴിക്കുന്നതും. ചെറുപ്പത്തിലെ ഇച്ചിരിയൊക്കെ തന്നെ കള്ളില്ലേ, കള്ളിഷാപ്പിലൊക്കെ പോയി കപ്പയൊക്കെ കഴിക്കുമ്പോൾ അത്ര തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. വല്ലപ്പോഴും കഴിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പൊ കൊച്ചിലെ തന്നെ കള്ളുകുടി എന്നൊരു പരിപാടി ഉണ്ട്, അവരുടെ കുടുംബത്തിലും ഉണ്ട്, അവർക്കും ഉണ്ട്. എന്ത് ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാൻ മദ്യപിക്കാത്ത ഒരു സ്ത്രീയാണ്. അതേപോലെ ഒരുപാട് പേരുണ്ടാകും മദ്യപിക്കുന്ന ഒരു മോശം പ്രവൃത്തിയായിട്ട് കഴിയുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ മെജോറിറ്റി ആൾക്കാർ ഇതൊരു മോശം പ്രവൃത്തിയായിട്ടാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ കഴിക്കുന്നതിനോട് എതിർപ്പ് തന്നെ പറയുന്നവരാണ്. അങ്ങനെയുള്ളവർ ഇതെടുത്ത് തിരിച്ചു പറയത്തില്ലേ? ഇത് കേൾക്കുമ്പോൾ എന്താ തോന്നുക? ഇതെന്ത് വർത്തമാനാ പറയുന്നത്? നീ കള്ളുകുടിത്തിയാണോ എന്ന് ചോദിക്കുന്നതിൽ എന്താ കുഴപ്പമിരിക്കുന്നത്? അപ്പോൾ അത് തീർച്ചയായിട്ടും തിരിച്ച് ചോദിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊരു കാര്യം പൊതുസമൂഹത്തിന് ഇട്ടുകൊടുത്താൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ അതിനെപ്പറ്റി സംസാരിക്കരുതെന്ന് പറയുന്നത് തലയ്ക്ക് സുഖമില്ലായ്മ കൊണ്ടാണ്. അത് കാണുന്നവർ സംസാരിക്കുകയും അതിനെപ്പറ്റി വിശകലനം നടത്തുകയും പ്രതിപാദിക്കുകയും ഒക്കെ ചെയ്യും. സ്വാഭാവികമാണ്. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സോഷ്യൽ മീഡിയ നിൽക്കുക. ഇത്തരത്തിലുള്ള വൾഗർ സാധനങ്ങൾ കൊണ്ടിടുകയും ഇപ്പം കൂടെ അഭിനയിച്ച നവകാമുകനെ കൊണ്ട് ആളുകളെ തെറി വിളിപ്പിക്കുകയൊക്കെ ചെയ്താൽ പ്രശ്നം കൂടുതൽ വഷളാകും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഈ ബിഗ് ബോസിലേക്ക് പോകാനുള്ള സർക്കസാണ് ഈ കാണിക്കുന്നത് മുഴുവൻ. വെരി ഫാണി. അങ്ങോട്ട് ചെല്ല്, ബാക്കി ആളുകൾ പുറത്തുനിന്ന് അങ്ങോട്ട് എടുത്ത് നശിപ്പിക്കുന്ന കാണാം. അതുൽ ബാബു എന്ന് പറയുന്ന യൂട്യൂബർക്കെതിരെ കേസ് കൊടുക്കുകയും അയാളെ പ്രതിസ്ഥാനം തീർത്തി അവിടെ കൊണ്ടുവന്ന് ആക്കിയൊക്കെ ചെയ്ത് കുറേ തോന്നിയാസങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾ അതുൽ ബാബുവിൻ്റെ അടുത്ത് ചാനലിൽ പോയി നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മളെ ഈ രീതിയിൽ നമ്മൾ കൊടുത്ത വടി കൊണ്ട് നമ്മളെ അടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊന്നും പറയാനൊക്കത്തില്ല. കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. പോലീസ് തലങ്ങളിൽ ഇതിന് കേസെടുക്കത്തില്ല. ഇനി അഥവാ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഹണി റോസ് തലത്തിലുള്ള ആൾക്കാരാണെങ്കിലാണ് പോലീസ് കേസെടുക്കുക. ഏതായാലും അതിൻ്റെ നാൾ വഴി എന്താണെന്ന് അവരുടെ ചാനലിൽ പോയി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഈ വിഷയം ഇതേപോലെ വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്, മഞ്ജു പത്രോസ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം. ഒരു വ്യക്തിത്വത്തിനെ നമ്മൾ അപമാനിക്കാനോ അല്ലെങ്കിൽ അവരെ പറയാനോ അല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എന്താണ് മെസ്സേജ് കൊടുക്കുന്നത്, ആ മെസ്സേജിലുള്ള കുറ്റങ്ങൾ, കുറവുകൾ, നന്മകൾ അതുകൊണ്ടേ നന്മകൾ അതും നമ്മൾ എടുത്തു വെച്ച് പറയാറുണ്ട്. നിങ്ങളെന്താ നന്മ എടുത്തു വെച്ച് പറയുമ്പോൾ അയ്യോ എന്നെ അങ്ങനെ പറഞ്ഞേ സന്തോഷമൊന്നും പറയാത്തത്, കുറ്റം പറയുമ്പോൾ മാത്രം എന്താ നോവുന്നത്? രണ്ടും പറയാറുണ്ട്. നിങ്ങൾ കേൾക്കുന്നത് കുറ്റങ്ങൾ മാത്രമാണെന്നുള്ളതാണ് കുഴപ്പം. അത് ഞങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ്. രേണു സുധി കേസ് കൊടുക്കുന്നവന് വിരട്ടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇവിടെ ആരും വിരളാൻ പോകുന്നത്, സ്പെഷ്യലി ഞാൻ ഒട്ടും വിരളത്തില്ല, എന്നെ വിരട്ടിയിട്ടില്ല. വിരട്ടിയാലും എനിക്കൊന്നുമില്ല. ഞാൻ പറയാനുള്ളത് പറയും, കാരണം കൃത്യം തെളിവ് വെച്ചാൽ പറയുന്നത്. നിങ്ങളാണ് പൊതുസമൂഹത്തിൽ വന്നിട്ട് എനിക്ക് ഡിപ്രഷൻ ആയിരുന്നു, എനിക്ക് തലയ്ക്ക് വെളിവില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കൊഞ്ചുകുഴലും കൂത്താട്ടവും ഒക്കെ ഞങ്ങൾ കണ്ടതാണ്. ഭർത്താവ് മരിച്ച് 2-ാം വർഷം ആണ്ട് നടത്തുമ്പോൾ അവിടെ ഒരു ഭ്രാന്തനെ കൊണ്ടുവന്നിട്ട് ഡാൻസ് കളിപ്പിച്ചത് നിങ്ങളാണ്. ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. ആ മനുഷ്യൻ മരിച്ച് ആ വിധയിലിരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അവരുടെ വിധവ എന്ന കൺസേണിലാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് തന്നിട്ടുള്ളത്, നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ പണം കൊണ്ടാണ് നിങ്ങൾ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് നിങ്ങൾ പറഞ്ഞേ മതിയുള്ളൂ, ഫ്രീ അല്ല. അതാണ് പണം വാങ്ങിക്കുന്നതിന് മുമ്പ് 10 ദിവസം 10 വട്ടം ആലോചിക്കണം എന്ന് പറയുന്നത്. എനിവേ, എൻ്റെ അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്തി. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് മൈ ചാനൽ. യൂട്യൂബേഴ്സിനെതിരെയുള്ള വെല്ലുവിളികൾ നിർത്തിവെക്കുക. നിങ്ങൾ കാണിക്കുന്ന പോക്രിത്തരങ്ങൾ കണ്ടാൽ പറയും, നന്മ കണ്ടാലും നമ്മൾ പറയും. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം വേണം. ഞാനായിരുന്നില്ല ഇതിനകത്ത് പ്രതികരിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു കൂട്ടായ്മ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് സംസാരിച്ചത്. അതേസമയം കിക്ക് പോലുള്ള സംഘടനകൾ ഇതിനെതിരെ ശക്തമായി നിലകൊള്ളുകയാണ് വേണ്ടത്. കാരണം അവർ നുണയൊന്നും പറയുന്നില്ല, മോശമായിട്ടൊന്നും പറയുന്നില്ല. ആ സ്ഥിതിക്ക്
വൃത്തികേട് രീതിയിൽ അവരെ അടിച്ചൊതുക്കാനുള്ള ഒരു ശ്രമം ഈ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് കർശനമായി ഏർപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും ഒന്നും ജേർണലിസം പഠിക്കാനോ ചാനൽ തുടങ്ങാനോ ഒന്നും പറ്റത്തില്ല. അവരവരുടെ പേഴ്സണൽ ചോയ്സിൽ അല്ലെങ്കിൽ പേഴ്സണൽ സ്പേസിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ സമൂഹത്തിന്റെ ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതിനെയും തട്ടി വിലക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശക്തമായി എതിർക്കേണ്ട അല്ലെങ്കിൽ യുണൈറ്റഡായി നിന്ന് അതിനെ എതിർക്കേണ്ട ഒരു ഘട്ടം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ദയാ അച്ചു പറയുന്നത് കൃത്യമായ വാക്കുകളാണ്. അത് മനസ്സിലാക്കി ഒതുങ്ങി പോകുന്നതായിരിക്കും രേണുവിന് നല്ലത്. രേണു ഇതുപോലുള്ള വീഡിയോസ് കൊടുക്കാതിരുന്ന ആരും ഇതിന് അഭിപ്രായമൊന്നും പറയത്തില്ല. നിങ്ങളുടെ വീടിനകത്ത് ക്യാമറയൊന്നും കൊണ്ട് ആരും വരത്തില്ല. നിങ്ങൾ ഇതൊരു ജോക്കായിട്ട് എടുത്ത് വെച്ച് പബ്ലിക്കിൽ പറയുമ്പോൾ അപമാനിക്കപ്പെടുന്നത് രേണു മാത്രമല്ല, സുധിയും അപമാനിക്കപ്പെടും, സുധിയുടെ മുൻ ഭാര്യമാർ അപമാനിക്കപ്പെടും, സുധിയുടെ നാട്ടുകാർ അപമാനിക്കപ്പെടും, അതേപോലെ രേണുവിൻ്റെ ആദ്യ ഭർത്താവും അപമാനിക്കപ്പെടും. ഉണ്ടോ ഇല്ലയോ എന്ന് വെച്ചാൽ ഉണ്ട് ഇല്ല എന്ന് ഉത്തരം പറയും. പ്രഹേളിക പറയാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞത് രേണുവാണ്. മുഴുക്ക കയ്യിൽ തെറ്റ് വെച്ചിട്ട് നാട്ടുകാരെ കടന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല എൻ്റെ കൊച്ചെ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.